വെയിലേറ്റ കരിവാളിപ്പ്, അതായത് മുഖത്തുണ്ടാകുന്ന ആ ഒരു പാട പോലത്തെ ഡൾനെസ്, വെയിലത്ത് പുറത്ത് പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസമായി നമ്മൾ വെയിൽ കൊള്ളുകയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ഡാർക്ക്നെസ് സ്കിന്നിലുണ്ടാകും. അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് സ്കിന്നിന് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഫ്രഷ് വൈബ്രൻറ്റ് ഗ്ലോ കൊണ്ടുവരാനും സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരൊറ്റ ദിവസം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം അറിയാനായിട്ട് പറ്റും. നല്ല രീതിയിൽ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്ന, സ്കിന്നിലുള്ള ആ പ്രോബ്ലംസ് എല്ലാം റിമൂവ് ചെയ്ത് നന്നായിട്ട് സ്കിന്നിനെ റെജുവിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. ആരും ഇത് സ്കിപ്പ് ചെയ്യരുത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മുഴുവൻ വീഡിയോയും കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്നിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും. അതോടൊപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കിൻ വൈറ്റനിങ്ങിനോ അല്ലെങ്കിൽ പാടുകൾ മാറ്റാനോ അല്ല, പ്യുവർലി നമുക്ക് സൺ ടാൻ റിമൂവ് ചെയ്യാനും സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. പാടുകളൊക്കെ മാറ്റാനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈമറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് സൺ ടാൻ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് തക്കാളിയുടെ നീരാണ്. നീരല്ല, തക്കാളി പ്യൂരി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ തക്കാളി നീര് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഇപ്പോൾ ഇത് ആകുമ്പോൾ നമുക്ക് വേസ്റ്റേജ് വളരെ കുറവായിരിക്കും. സ്കിന്നിൽ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഒപ്പം 2 സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഡിസോർഡറായിട്ട് കിട്ടിയതുകൊണ്ടാണ് 2 സ്പൂൺ തൈര് അതിനകത്തുണ്ട്. ഒരു 2 സ്പൂൺ തക്കാളിയുടെ നീരും, അതായത് തക്കാളിയുടെ പ്യൂരി, ഇതും 2 സ്പൂൺ തൈരുമാണ് എടുത്തിട്ടുള്ളത്. മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യാനായിട്ട് ഇത് മതിയാകും. കയ്യിലും കാലിലും ഒക്കെ സൺ ടാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി പ്രിപ്പയർ ചെയ്ത് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാര്യം വെയിൽ എവിടെ കൊണ്ടിട്ടുണ്ടോ അവിടെയൊക്കെ നമുക്ക് സൺ ടാൻ ഏറ്റിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ ഒരു പാക്ക് എല്ലായിടത്തും നമ്മുടെ സ്കിന്നിൽ എവിടെയൊക്കെയാണോ സൺ ടാൻ ഉള്ളത് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഖത്ത്, കഴുത്തിൽ, ചിലർക്ക് ബ്ലൗസ് സാരിയൊക്കെ ഇടുന്ന ടീച്ചർമാരാണ് അല്ലെങ്കിൽ കുറച്ച് മുതിർന്നവരാണ് സാരിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെങ്കിൽ കഴുത്തിൻ്റെ പുറകിൽ ഡീപ്പായിട്ടുള്ള നെക്ക് ആണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് സൺ ടാൻ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. സോ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കയ്യിൽ, കാലിലൊക്കെ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഒരു തക്കാളി എടുക്കുക, എന്നിട്ട് അത് മുഴുവനും കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ആ പ്യൂരി എടുത്തിട്ട് ഒപ്പം ആ ഈക്വൽ ക്വാണ്ടിറ്റി തൈരും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് കട്ട തൈര് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ ലൂസ് തൈരാണെങ്കിൽ ഇതിനോടൊപ്പം നിങ്ങൾക്ക് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കാം. കടലപ്പൊടി, ഗ്രാം ഫ്ലോർ എന്ന് പറയും, അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിത് ഫുൾ ഫേസിലും സ്കിന്നിലും മുഴുവനായിട്ടും നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. എൻ്റെ സ്കിന്നിൽ ഇപ്പോൾ സൺ ടാൻ ഇല്ല. കാര്യം എന്താ വെച്ചാൽ വെയിലത്ത് ഞാൻ അധികം പോകാറില്ല. പോകുന്നുണ്ടെങ്കിൽ തന്നെ ഫുൾ കവർ ചെയ്തിട്ടാണ് പോകുന്നത്. സൺസ്ക്രീൻ എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറില്ല. ചില ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കാറില്ല. ഏർലി മോർണിംഗ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നട്ടുച്ചയ്ക്ക് വെയിൽ കൊള്ളേണ്ടി വരുന്ന സാഹചര്യത്തിൽ മിക്കവാറും ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ ഞാൻ ഫേസും കൈയും കാലും ഒക്കെ കവർ ചെയ്തിട്ട് ഷൂ പോലത്തെ ഫുഡ് വെയറൊക്കെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഗ്ലൗസൊക്കെ യൂസ് ചെയ്ത് കൈയൊക്കെ നന്നായിട്ട് കവർ ചെയ്തിട്ടാണ് പോകുന്നത്. സൺസ്ക്രീൻ അങ്ങനെ വാരി തേക്കുന്നതിനേക്കാളും എനിക്ക് അങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. ഇനി നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാതെ കവർ ചെയ്ത് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ നിങ്ങൾ ആ സാഹചര്യത്തിൽ നിന്ന് മാക്സിമം ഒഴിവായി നിൽക്കാനായിട്ട് ശ്രമിക്കുക. പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പം ഒരു SPF 50 ഉള്ളത് തന്നെ യൂസ് ചെയ്യണം. PA++ എങ്കിലും വേണം. UVA ആൻഡ് UVB ലൈറ്റ് എന്ന് പ്രൊട്ടക്ഷൻ തരുന്ന സൺസ്ക്രീൻ വേണം യൂസ് ചെയ്യാനായിട്ട്. സൺസ്ക്രീനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണം. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഉറപ്പായിട്ടും അതിനെപ്പറ്റി ഞാൻ അടുത്ത വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിലുള്ള സൺസ്ക്രീൻ ഒരെണ്ണം മാത്രമാണ്, ന്യൂട്രജീനയുടെ ആണ്. അപ്പം ഞാൻ ബാക്കിയുള്ള സൺസ്ക്രീൻ ഇതുവരെ യൂസ് ചെയ്തതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ അതിൻ്റെ പെർഫോമൻസ് നമുക്കറിയില്ലല്ലോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. സോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമ്മുടെ ഫേസിലോട്ട് ഈ ഒരു പാക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കട്ട തൈരായതുകൊണ്ട് ഒലിച്ച് വരത്തില്ല. പക്ഷെ നിങ്ങൾ എടുക്കുന്ന തൈരിന് കട്ടി കുറവാണെങ്കിൽ കുറച്ച് കടലമാവ് ചേർത്ത് കൊടുത്ത് മിക്സാക്കുക.
അതിനുശേഷം ഇതൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇങ്ങനെ തന്നെ വെച്ചിട്ട് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഒരു 15 മിനിറ്റ് ഫേസിൽ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ പാക്ക് വാഷ് ചെയ്തിട്ടുണ്ട്. കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുളിക്കുന്നതിനും ഒരു 15 മിനിറ്റ് മുന്നേ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുളിക്കുന്ന സമയം വാഷ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് സോപ്പൊക്കെ തേക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മൈൽഡായിട്ടുള്ള സോപ്പ് എന്തെങ്കിലും യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ചെറുപയറിൻ്റെ പൊടി, കടലമാവ് ഇതൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് സ്കിൻ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഞാൻ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഹോം മെയ്ഡ് ടൊമാറ്റോ ടോണറാണ്. നമുക്ക് വന്നിട്ട് സ്കിൻ ഗ്ലോ ആകാനും ആൻറ്റി ഏജിങ്ങിനും ഒക്കെ സഹായിക്കുന്നതാണ്. ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഹൈഡ് ചെയ്യാനും ഒക്കെ സഹായിക്കും കേട്ടോ. സൺ ടാനൊക്കെ അടിപൊളിയായിട്ട് റിമൂവ് ചെയ്യും. ഇത് ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ താഴത്തെ ആരോ മാർക്കിൽ ലിങ്ക് ഉണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ആ വീഡിയോ. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അതിൽ പറയുന്നുണ്ട്. ടോണർ എങ്ങനെ യൂസ് ചെയ്യണം, ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ, ഡ്രൈ സ്കിൻകാരും ഓയിലി സ്കിൻകാരും എങ്ങനെയാണ് മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ടതെന്നെല്ലാം തന്നെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. സോ ഉറപ്പായിട്ടും ആ വീഡിയോ കണ്ടു നോക്കുക. സോ ഈ ഒരു ടോണർ ഫേസിൽ മുഴുവനായിട്ടും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സാധാരണ സ്കിൻ കെയർ ആണ്, നമ്മൾ ഏതെങ്കിലും ടോണർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്കറിയാം നല്ലതാണ്, കുറച്ചും കൂടെ നമുക്ക് സ്കിൻ ഫ്രണ്ട്ലി ആയിരിക്കും. സോ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ടോണറാണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് റോസ് വാട്ടറെങ്കിലും യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡോട്ട് ആൻഡ് ഗിയുടെ ഈ ഒരു ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ്, ഓൾറെഡി നന്നായിട്ട് സ്വെറ്റ് ആകുന്ന, ഒരുപാട് ഡെഡ് സെൽസ് ഒക്കെ ഉണ്ട്, അങ്ങനെ കുറച്ചൊന്ന് ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരണം, അതിനുശേഷം എക്സ്ട്രാ കെയർ കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ നോർമൽ അലോവേര ജെല്ലോ ലൈറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി. സൺ ടാനൊക്കെ മാറി നന്നായിട്ട് സ്കിൻ അടിപൊളിയായതിനു ശേഷം നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ക്രീംസിലോട്ടും സിറംസിലോട്ടും ഒക്കെ പോകാം. അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് തുടങ്ങുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാറ്റം അറിയാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കണ്ടു നോക്കുക. ഇത് ആഴ്ചയിൽ ഒരു 3 ദിവസം വെച്ച് നിങ്ങൾ എല്ലാ ആഴ്ചയിലും ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് വ്യത്യാസം ഉണ്ടാവും. ഇനി ഫസ്റ്റ് തന്നെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ സൺ ടാൻ അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും ഒരാഴ്ചയിൽ 7 ദിവസവും നിങ്ങൾ ആദ്യത്തെ ഒരു 1 വീക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു പാക്ക്. അതിനുശേഷം അടുത്ത ആഴ്ച മുതൽ ആഴ്ചയിൽ 3 ദിവസം വെച്ച് അപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ സൺ ടാൻ്റെ അളവനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. എന്നിട്ട് ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്തു തുടങ്ങാം കേട്ടോ. അപ്പോൾ സ്കിൻ കെയറൊക്കെ എല്ലാവരും പ്രോപ്പറായിട്ട് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.